പുലാവന്തോളിലെ KP ബാഹുലയൻ്റെ വീട്ടിൽ നിന്ന് ഷഹദ് റഹ്മാൻ കൂടെ ചേരുകയാണ്. ഷഹദ്, കേരളം ആകെ സങ്കടക്കടലിലാണ്. കാരണം ആർക്കും നേരിട്ട് പരിചയമൊന്നുമില്ലെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിക്കും തങ്ങളുടെ ഒരു സഹോദരൻ അല്ലെങ്കിൽ തങ്ങളുടെ ഒരു കുടുംബാംഗം വിടവാങ്ങിയ അതേ പ്രതീതിയാണ്. ഓരോ വീട്ടിലെയും ദുഃഖം ഒരുപോലെയാണ്. പ്രിയപ്പെട്ടവർ പെട്ടെന്ന് ഇല്ലാതായ വാർത്ത ഉൾക്കൊള്ളാൻ പോലും പലർക്കും സാധിക്കുന്നില്ല. ഇപ്പോൾ അവിടെ KP ബാഹുലയൻ്റെ വീട്ടിൽ നിന്നാണ് ഷഹദ് വിശദാംശങ്ങൾ നൽകുന്നത്. ഷഹദ്, എപ്പോഴാണ് സംസ്കാരം, മറ്റു വിവരങ്ങൾ? ക്രിസ്റ്റിന, അല്പസമയത്തിനകം മൃതദേഹം ബാഹുലയന്റെ ഈ വസതിയിലേക്ക് എത്തും. ഇപ്പോൾ നമ്മൾ ബാഹുലയന്റെ ഈ വീട്ടിലാണുള്ളത്, വീട്ടിന് മുൻവശത്താണുള്ളത്. ഇവിടേക്ക് ജനപ്രതിനിധികളും അതുപോലെ തന്നെ ബാഹുലയന്റെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളും നാട്ടുകാരും എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം ബാഹുലയന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഈ അദ്ദേഹത്തിന്റെ ജന്മനാടായ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അല്പസമയത്തിനകം വരും. നമുക്ക് കാണാം, ദൃശ്യങ്ങളിൽ കാണാം, വലിയ രീതിയിൽ ജനക്കൂട്ടം ഇവിടെ തിങ്ങിക്കൂടിയിട്ടുണ്ട്. അത് അവസാനമായിട്ട് ബാഹുലയനെ ഒരു നോക്ക് കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. നമുക്കറിയാം, ഒരു വർഷം മുൻപാണ് ബാഹുലയൻ ഈ വീട്ടിൽ നിന്നും ഇവിടെ നിന്ന് തിരിച്ച് കുവൈത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. സമീപ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ ഒരു വിവാഹ ആവശ്യത്തിന് വരാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ലീവ് ലഭിച്ചില്ല. തുടർന്ന് ഓണത്തിന് നാട്ടിൽ വരാനായിരുന്നു അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ മൃതദേഹമാണ് അല്ലെങ്കിൽ ശരീരമാണ് ഇപ്പോൾ ഈ വീട്ടിലേക്ക് വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വേദന ജനിപ്പിക്കുന്ന കാര്യം. PK കുഞ്ഞാലിക്കുട്ടി, അതുപോലെ തന്നെ ET മുഹമ്മദ് ബഷീർ, പാലക്കാട്ടെ മുൻ MP ആയിരുന്ന VK ശ്രീകണ്ഠൻ, അതുപോലെ തന്നെ മറ്റു രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ, അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഈ ഞാൻ പറഞ്ഞതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും അതുപോലെ തന്നെ VK ശ്രീകണ്ഠനും ജില്ലാ കളക്ടറും ET മുഹമ്മദ് ബഷീറും ഒക്കെ തന്നെ നിലവിൽ അദ്ദേഹത്തിൻ്റെ വസതിയിലുണ്ട്, ഇവിടെ ഇരിക്കുന്നുണ്ട്. അതായത് ആദ്യം ഈ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് കയറ്റുക. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ അമ്മയും മറ്റ് ഏറ്റവും അടുത്ത ബന്ധുക്കളും ഒക്കെ ഉള്ളത് വീട്ടിനകത്താണ്. അപ്പോൾ അച്ഛനും ഉൾപ്പെടെയുള്ള ആളുകൾ അപ്പോൾ ആദ്യം അവർക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കും. പിന്നീട് ആയിരിക്കും പൊതുദർശനം ഉണ്ടാവുക എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ അല്പസമയത്തിനകം ഏകദേശം 15-20 മിനിറ്റിനകം ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അദ്ദേഹത്തിൻ്റെ വസതിക്ക് മുന്നിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെയൊക്കെ നമ്മളിവിടെ വരുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ ഈ മരണവിവരം ഈ വീട്ടുകാരെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ ഘട്ടത്തിൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള ആരും ഉണ്ടായിരുന്നില്ല. അമ്മയും അതുപോലെ തന്നെ അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇത്തരത്തിലൊരു അപകടം നടന്നു എന്നറിഞ്ഞ ഘട്ടത്തിൽ പോലും ആദ്യം പരിശോധിച്ച ഘട്ടത്തിൽ ബാഹുലയൻ്റെ പേര് ഉണ്ടായിരുന്നില്ല. പിന്നീട് പരിശോധന നടത്തിയപ്പോഴാണ് ബാഹുലയൻ മരിച്ചു, അല്ലെങ്കിൽ ബാഹുലയനും ഈ ലോകത്തോട് വിട പറഞ്ഞു, അല്ലെങ്കിൽ തങ്ങളുടെ ഉറ്റ സുഹൃത്ത് ഇല്ല എന്ന വിവരം ഈ നാട്ടുകാരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും ഒക്കെ അറിയുന്നത്. പിന്നീട് ആ നാട്ടുകാരുടെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഒരു ഒഴുക്കായിരുന്നു ഈ വീട്ടിലേക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ ബാഹുലയൻ്റെ സുഹൃത്തുക്കളുമായൊക്കെ തന്നെ സംസാരിക്കുന്ന ഘട്ടത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞത് ഈ നാട്ടിലെ ഉത്സവത്തിന്, അതായത് നന്നായി ചെണ്ട കൊട്ടുന്ന ആളാണ്, അതുപോലെ തന്നെ നാടൻപാട്ട് പാടുന്ന ആളാണ്, അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിലൊക്കെ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും സംഘടനാ പ്രവർത്തനമൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള, എല്ലാവർക്കും നല്ല പരിചയമുള്ള, അല്ലെങ്കിൽ എല്ലാവരുമായി നല്ല രീതിയിൽ ഇടപഴകുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് ബാഹുലയൻ്റെ പിതാവ് ഗാന്ധിയനാണ്. ഇവിടുത്തെ മുൻപ് നേതാവൊക്കെയാണ്, കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കൗൺസിലറും അതുപോലെ തന്നെ മറ്റ് സ്ഥാനമാനങ്ങളൊക്കെ വഹിച്ചിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ആദ്യ ഒരു പാത പിൻപറ്റി തികഞ്ഞ ഒരു ഗാന്ധിയൻ്റെ രീതിയിൽ സഞ്ചരിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ സൗമ്യനായി ഇടപഴകുകയും പെരുമാറുകയും ഒക്കെ തന്നെ ചെയ്തിരുന്ന ഒരാളാണ് ബാഹുലയൻ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുമായിട്ടും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായൊക്കെ തന്നെ നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ തികഞ്ഞ ഒരു കലാകാരനാണ്. ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്, വീടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലെ പരിപാടിക്കും അതുപോലെ തന്നെ ഇവിടുത്തെ മറ്റു പരിപാടികൾക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരു ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിലൊക്കെ സജീവമായിട്ട് എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് ഈ കവലകളിൽ സജീവമായിരുന്ന, അല്ലെങ്കിൽ ഏവർക്കും പ്രിയങ്കരനായ ഒരു വ്യക്തിത്വമാണ് ബാഹുലയൻ എന്നുള്ളതാണ്. ഒരുപാട് പ്രതീക്ഷകളുമായാണ് കുവൈത്തിലേക്ക് വിമാനം കയറുന്നത്. 7 വർഷങ്ങൾക്ക് മുൻപാണ് ഈ വിമാനം കയറുന്നത്. അതിനിടയ്ക്ക് ഒരു വർഷം മുമ്പ് നാട്ടിൽ വന്ന് പോവുകയും ചെയ്തു. അതായത് ഓണത്തോടു കൂടി വീണ്ടും നാട്ടിലേക്ക് തിരിച്ചു വരാം എന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോൺ വിളിച്ച സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരം അത് ഈ വീട്ടിലേക്ക് വരികയാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും
കണ്ണീർ നോവായി അല്ലെങ്കിൽ ഒരിക്കലും താങ്ങാനാകാത്ത വേദനയായി പുലാമന്തോളിലെ അദ്ദേഹം കെ പി മാറുന്നു. ബാഹുലയൻ്റെ വീട്ടിൽ നിന്ന് ഷഹദ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നമ്മുടെ പ്രേക്ഷകർ ഓരോരുത്തരും ഓരോ കുടുംബത്തോടൊപ്പവും കുടുംബാംഗങ്ങളോടൊപ്പവും വേദന പങ്കുവെക്കുന്നുണ്ട്. വേദന പങ്കുവെച്ചുള്ള നിരവധി സന്ദേശങ്ങൾ അവർ അയക്കുന്നുണ്ട്. ദൂരെ പലയിടത്തിരിക്കുമ്പോഴും തങ്ങളുടെ ബന്ധുവോ സുഹൃത്തോ ഒന്നുമല്ലാതിരുന്നിട്ടും ഇവർക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണീർ അല്ലെങ്കിൽ സങ്കടം പങ്കുവെക്കാത്ത കേരളീയർ ഇല്ല എന്ന് പറയാം. ഓരോ പ്രവാസിയും ജീവിത പ്രാരാബ്ദങ്ങൾ കുത്തി നിറച്ച പെട്ടിയുമായാണ് പടികടന്ന് പോകുന്നത്. എന്തായാലും തിരികെ ഈ ചേതനയേറ്റ ശരീരങ്ങളായി തിരിച്ചു വന്ന ഇവരുടെ മുന്നിൽ ആദരമർപ്പിക്കുകയാണ് കേരളം.